ആഗോള അയ്യപ്പ സംഗമത്തിൽ 3 സെഷനുകളിലായി ചർച്ച പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ചർച്ചകൾക്ക് ശേഷം നിർദ്ദേശങ്ങളടങ്ങിയ നയരേഖ അവതരിപ്പിക്കുകയും ചെയ്യും. ഉദ്ഘാടന വേദിയിൽ ഭഗവത്ഗീതയും ഉപനിഷത്തും ഉദ്ധരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചവർ നിക്ഷിപ്ത താൽപര്യക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് എന്ന വാദവും മുഖ്യമന്ത്രി തള്ളി. സമാനമായ മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു. അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നുവെന്നതാണ്. കറതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം. 33 സെമിനാറുകളിൽ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. കാരണം അതും ഒരു വകുപ്പാണ്. ആ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് വിലയിരുത്തേണ്ടതുണ്ട്. അതേസമയം സംഗമത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി. മുഖ്യമന്ത്രി സംസാരിച്ചത് കപടഭക്തനെ പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപടഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പം മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അധര വ്യായാമമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത് വളരെ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അതുപോലെ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അധര വ്യായാമമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അയ്യപ്പനോടുള്ള ഒരു സ്നേഹമോ അതുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹമോ അല്ല ഇതിൻ്റെ പിന്നുള്ളത്. ഇത് കാപട്യമാണ്. ഈ സർക്കാരിൻ്റെ കൃത്യമായ കാപട്യമാണ്. സ്വർണം അടിച്ചുമാറ്റിയാണോ സംഗമം നടത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചോദിച്ചു. ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വർണം അവിടെ പോയി എന്നുള്ളതാണ്. അതിനാദ്യം ഉത്തരം പറയട്ടെ, എന്നിട്ട് ബാക്കി സംഗമം നടത്തട്ടെ. സ്വർണ്ണമേറ്റിട്ടാണോ സംഗമം നടത്തുന്നത്? അതാദ്യം അറിയട്ടെ. കൂടുതൽ വിവരങ്ങളുമായി ശബരിമലയിലെ പമ്പയിൽ നിന്നുള്ള വിവരങ്ങളുമായി S വിജയകുമാർ ചേരുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിക്ക് സമീപത്തു നിന്നാണ് S വിജയകുമാർ ചേരുന്നത്. വിജയകുമാർ, ഈ സംഗമത്തിന്റെ കൂടുതൽ സെഷനുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ? ഒപ്പം തന്നെ പങ്കാളിത്തത്തെക്കുറിച്ച് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഒപ്പം തന്നെ ഇത് രാഷ്ട്രീയമായി മാറുന്നുണ്ട്. ഈ വിഷയം ഇതിനോടകം മാറിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ അവിടെ മുഖ്യമന്ത്രി സംസാരിച്ച കാര്യങ്ങൾ, മന്ത്രിമാർ സംസാരിച്ച കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യം അറിയേണ്ടത് ഇനിയിപ്പോൾ സംഗമത്തിൽ നടക്കാനുള്ള സെഷനുകൾ എന്താണ്? ഒപ്പം തന്നെ ഇതെങ്ങനെയാണ് രാഷ്ട്രീയ കേരളം നിലവിൽ ചർച്ച ചെയ്യുന്നത്? വിജയകുമാർ. പ്രജിൻ, ഇപ്പോൾ സമാപന സമ്മേളനം തുടങ്ങുകയാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. 3 സെഷനുകളിലായി ഈ പറയുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ശബരിമല മാസ്റ്റർ പ്ലാൻ, അതുപോലെ ടൂറിസം സർക്യൂട്ട്, ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റ്, ഈ 3 വിഷയങ്ങളിൽ വിപുലമായ ചർച്ച നടന്നു. അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണ് എന്നത് ദേവസ്വം മന്ത്രി ഈ സമാപന സമ്മേളനത്തിൽ ഒരു രേഖയായി പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിന് തുടർച്ചയുണ്ടാകും. അത് പരിശോധിച്ച് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരു സമിതിയെ നിയോഗിക്കും. ആ സമിതിയെ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുമോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. സമിതി കൂടി ഇപ്പോഴത്തെ യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കാം. അത് സാങ്കേതികമായി അതിൻ്റെ തുടർച്ച, അതിൻ്റെ ഒരു ഫോളോ അപ്പിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ്.
അതിൻ്റെ തീരുമാനം എന്താണോ അതനുസരിച്ച് പുരോഗമിക്കുന്നുണ്ട്. സമാപന സമ്മേളനം ഈ പ്രധാനപ്പെട്ട വേദിയിൽ തുടരുകയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ടൂറിസം സർക്യൂട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മോഡറേറ്റർ ആയിരുന്നത് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി.കെ. നായരാണ്. ക്രൗഡ് മാനേജ്മെന്റ് സെഷനിൽ മോഡറേറ്റർ ആയിരുന്നത് ജേക്കബ് പുന്നൂസാണ്, മുൻ DGP. അതുപോലെ കെ. ജയകുമാർ ആയിരുന്നു ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മോഡറേറ്റർ ആയിരുന്നത്. ആ ചർച്ചകളിൽ രൂപപ്പെട്ട അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, നിർദ്ദേശങ്ങളാണ് ഇനി അത് നടപ്പാക്കുന്നതിൻ്റെ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പാക്കാം എന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് പോകുന്നത്. അതനുസരിച്ചുള്ള തുടർ നീക്കങ്ങൾ, അതിനൊരു ഫോളോ അപ്പ്, അതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന് മന്ത്രി ഇന്നലെ നമ്മളോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ തീരുമാനത്തിലേക്ക് പോകുമ്പോഴാണ്. പ്രജിൻ, ഇതിലെ ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, അത് ഏറ്റവും കൗതുകവും ഏറ്റവും പ്രധാനപ്പെട്ടതും അതുതന്നെയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ, അത് പ്രതിപക്ഷത്തിൻ്റെ വലിയ വിമർശനങ്ങൾ, ഭരണപക്ഷത്തിൻ്റെ പ്രതിരോധമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രജിൻ, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ നോക്കുമ്പോൾ നമ്മൾ ആ വേദിയിൽ 3500 പേർ അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ 3500 പേരെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു പക്ഷേ അത്രയും ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. പുറത്തുള്ള അയ്യപ്പ ഭക്തർ, ഇവിടെ ദർശനത്തിന് വന്നവരൊക്കെ അവിടെ വേദി കസേരയിൽ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കസേരയിൽ ഇരിപ്പിടം നൽകിയാണ് ആ ഹോൾ ഫില്ല് എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും നോക്കൂ പ്രജിൻ, വളരെ പ്രധാനപ്പെട്ടത് ഒരു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാർ എന്താണോ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി സന്ദേശം നൽകാൻ ശ്രമിച്ചത് അത് 100% വിജയിച്ചു എന്നതാണ്. പമ്പയിൽ ഈ ത്രിവേണിയിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തോന്നുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച പ്രധാനപ്പെട്ട സമുദായ സംഘടനകളെ മുഴുവൻ ഇതേ ശബരിമല വിഷയത്തിൽ തന്നെ ഒരേ വേദിയിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ NSSനെ പ്രതിനിധീകരിച്ച് ജനറൽ സെക്രട്ടറിക്ക് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റുമായ സംഗീത് കുമാർ വന്നു. KPMSന്റെ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ വന്നു. യോഗക്ഷേമ സഭ പോലെ അല്ലെങ്കിൽ ബ്രാഹ്മണ സഭ പോലെയുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ മുഴുവൻ നേതാക്കളെ, ചെറുതും വലുതുമായ സമുദായ സംഘടനകളെ മുഴുവൻ ഒരേ വേദിയിൽ അയ്യപ്പ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ അണിനിരത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നത് ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതിൽ സർക്കാർ വിജയിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു സർക്കാരിൻ്റെ ഈ പറയുന്ന വിഷയത്തിൽ. ദേവസ്വം ബോർഡാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലക്ഷ്യം അത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയായിരുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെയാണ്. അതിൽ വിജയം കണ്ടു എന്ന് ഒരു നിരീക്ഷണം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയുമല്ല, ഇതിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ് സമ്മേളന വേദിയിലേക്ക് എത്തിയത്. അതൊക്കെ പുറത്തേക്ക് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം ഒട്ടും ചെറുതല്ല എന്നാണ് നേരത്തിലുള്ള നയങ്ങളൊന്നും എത്രമാത്രം അത് മാറിപ്പോകുന്നുണ്ട് എന്നതൊരു സംശയമായി പലരും അതിനെ ചോദിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞുള്ള ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന പ്രഖ്യാപനം വന്നത് മുതൽ LDFന്റെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട നയം, നേരത്തെയോടെ എടുത്ത നയങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരത്തെ കേട്ടതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ അവിടെ വരുന്നു, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇത്തരം കാര്യങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നു. ഇതെല്ലാം കൗതുകമുള്ള കാര്യങ്ങളുമാണ്. എങ്കിൽ കൂടി തന്നെ വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസികളോട് മാത്രമായി നിന്നുകൊണ്ടുള്ള അത്തരം പ്രഖ്യാപനങ്ങളോ പരാമർശങ്ങളോ ആയിരുന്നു അത് എന്നതൊരു ചോദ്യമായി ബലപ്പെടുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇതൊരു കപടഭക്തനെ പോലെ തോന്നുന്നു എന്നുള്ള വിമർശനങ്ങൾ മറുഭാഗത്ത് ഉയർത്തുന്നുണ്ട്. അപ്പോൾ LDF സർക്കാർ അല്ലെങ്കിൽ LDF നേതൃത്വം അല്ലെങ്കിൽ അവരൊന്നാകെ പുതിയ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ ഒരു കാലാവസ്ഥയിൽ നയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, അതിന്റെ തുടക്കമാണോ ഇത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. വിജയകുമാർ, പ്രജിൻ, നോക്കൂ, നമ്മൾ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സർക്കാർ കൈക്കൊണ്ട ആ നിലപാടുകൾ പിന്നീട് തുടർച്ചയായി വന്ന തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു. അങ്ങനെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി ശബരിമല കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുമുന്നണിക്ക് നേട്ടവും കോട്ടവും ഉണ്ടായിട്ടുണ്ട് എന്നതും പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിന് ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായ ആശയക്കുഴപ്പം മാറ്റാൻ വേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ടുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ. ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകനത്തിന് കഴിഞ്ഞ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും പിന്നീട്
ഏതാണ്ട് ഇതേ വിഷയമുയർത്തി വീടുകൾ തോറും കയറി ഇറങ്ങി LDFന്റെ നയത്തെപ്പറ്റി വിശദീകരിക്കുന്നു ഒക്കെ നമ്മൾ കേട്ടതാണ്. പിന്നീട് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് യഥാർത്ഥ ഭക്തർക്കൊപ്പമാണ്, വിശ്വാസികൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്നത് ദേവസ്വം മന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, പാർട്ടി സെക്രട്ടറി പറയുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് നേരത്തെ എടുത്ത നിലപാട് തിരുത്തലാണ് സർക്കാർ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നേരിടാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പ്, ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്നു, അത് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ഭരണ തുടർച്ച എന്ന ഇടതുമുന്നണിയുടെ അവകാശവാദം അന്തരീക്ഷത്തിലുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് UDFന്റെ അവകാശവാദം അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വളരെ അഭിമാനത്തോടെയാണ് ദേവസ്വം മന്ത്രി ഈ വേദിയിൽ വായിച്ചത്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ആശംസാ സന്ദേശം പോലും വായിച്ചത്. അപ്പോൾ ഞാൻ കരുതുന്നത് ഈ സമ്മേളന വേദിയിലെ കാഴ്ചകളാകെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ കാഴ്ചകൾ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ കാഴ്ചകൾ തന്നെയാണ്. അതിന്മേൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ, അത്തരം രാഷ്ട്രീയ ചർച്ചകൾ നടക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിയും ഈ സർക്കാരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അത്തരം രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുക ഇടതുമുന്നണിക്കാണ് എന്ന് ഇടതുമുന്നണി നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഈ വേദിയിൽ കൊണ്ടുവന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ യാദൃശ്ചികമായ അത്തരമൊരു അത്തരമൊരു യാദൃശ്ചികമാണ് എന്നൊന്നും കരുതാൻ കഴിയില്ല. യോഗി ആദിത്യനാഥിന്റെ ആശംസ ഈ വേദിയിൽ വായിച്ചത് യാദൃശ്ചികമാണോ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. രാമായണത്തിലെ കഥകൾ പറഞ്ഞും ഭഗവത്ഗീത ഉദ്ധരിച്ചും ഉപനിഷത്ത് ഉദ്ധരിച്ചും യഥാർത്ഥ അയ്യപ്പ വിശ്വാസി എങ്ങനെയാണോ ഭഗവത്ഗീതയിൽ പറയുന്നത് അതുപോലെ വിശ്വാസികളായവരുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പതിവ് ശൈലി വിട്ട് നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത്, മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങളൊക്കെ യാദൃശ്ചികമായ ഒരു പ്രസംഗത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന സന്ദേശങ്ങളാണ് എന്ന് നിഷ്കളങ്കമായി നമ്മൾ കരുതണമോ എന്നതൊക്കെ വലിയ ചോദ്യമാണ്. ആ രീതിയിലാണ് വിജയകുമാർ വിലയിരുത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നതോടെ ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതൊരു രാഷ്ട്രീയ ചിത്രമായി മാറുന്നുണ്ട് എന്നാണ് S വിജയകുമാർ തന്നെ വിലയിരുത്തുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ LDF സ്വീകരിക്കാൻ പോകുന്ന നിലപാടും നയങ്ങളും ഒക്കെ ഇതിനെ ഒരുപക്ഷെ വേണമെങ്കിൽ കാണാം എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. S വിജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് പമ്പയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.